കൂട്ടുകാരെ ചെമ്പനീർ പൂവ് ഭയങ്കര അടുത്ത് ഭയങ്കര പ്രണയിച്ച് ഭയങ്കര സ്നേഹിച്ചിരുന്ന നമ്മുടെ സച്ചിയും രേവതിയും ഇനി അടുക്കുമോ ഒന്നിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ അല്ലെ. അപ്പൊ എന്തായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതൊരു സിനിമാ പാട്ടിലൂടെ ആട്ടോ കാണിക്കുന്നത്. വളരെയേറെ അടുത്തിരുന്നവർ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇപ്പൊ പിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അടുക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ പ്രൊമോയില്. ആ വീണ്ടും അടുക്കും എന്നതിന് ഉത്തരം തന്നെ ആ പ്രൊമോയിലും ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രേവതി നമ്മുടെ അച്ഛന്റെ ജീവന് തിരിച്ചു കിട്ടാൻ വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഭയങ്കര പാടാണല്ലോ. പ്രത്യേകിച്ച് ഒരു പെണ്ണിന് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ആ ഒരു ക്ഷേത്രത്തിലെത്തുന്ന നിമിഷങ്ങള് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് നമ്മുടെ സച്ചി എന്തായാലും നമ്മുടെ രേവതി ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കാണുകയും നമ്മുടെ രേവതിയെ താങ്ങും തണലും എന്താ പറയാ രേവതിക്ക് താങ്ങായി സച്ചി എത്തുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്. രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും അവൾക്ക് ആശ്വാസമായിട്ട് സച്ചി കൂടെ ഇരിക്കുകയും മിക്കവാറും രവീന്ദ്രനും പറഞ്ഞിട്ടുണ്ട്, അച്ഛനും ബോധം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും രേവതിയെ കാണുമെന്ന്. അങ്ങനെ സച്ചി രേവതിയെ കൂട്ടാനായിരിക്കാം ഒരുപക്ഷെ ആ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇങ്ങനത്തെ കുറെ രംഗങ്ങൾ നമ്മുടെ രേവതി അച്ഛന് വേണ്ടി ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സച്ചിക്ക് ഇനി രേവതിയോട് സ്നേഹം കൂടത്തേ ഉള്ളൂ. സച്ചിക്ക് എന്ന് പറഞ്ഞ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് അല്ലെ. അച്ഛന് വേണ്ടി എന്തും ചെയ്യും. അപ്പൊ ആ ഒരു സ്വന്തം അച്ഛൻ്റെ ജീവന് വേണ്ടി രേവതി ഇത്രയ്ക്കൊക്കെ സഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ സച്ചി അറിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ രേവതിയെ കൈവിട്ട് കളയില്ല അല്ലെ സച്ചി. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. ഒരു കിട്ടില്ല എപ്പിസോഡുകൾ തന്നെ ആയിരിക്കോട്ടോ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.